ഞാൻ ഈ പറഞ്ഞുതരാം. രാവിലെ മുതൽ എല്ലാ ചോദ്യവും കൂടി ചോദിക്കുന്നത്. രാവിലെ മുതൽ 5 മണിക്കാണ് ഈ വിവരം അറിയുന്നത്. 5 മണി തൊട്ട് റവന്യൂ മിനിസ്റ്ററെ ബന്ധപ്പെട്ടു, ചീഫ് സെക്രട്ടറിയെ ബന്ധപ്പെട്ടു, ജില്ലയിലെ ചാർജുള്ള മന്ത്രിമാരെ ബന്ധപ്പെട്ടു, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു, എല്ലാ മന്ത്രിമാരും സ്പോട്ടിലെത്തി, എല്ലാ MLA മാരെയും ബന്ധപ്പെട്ടു, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു. നമ്മൾ അങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് അവരോട് ചോദിച്ചു. വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. നമ്മൾ എടുത്ത പ്രോഗ്രാമിന് പോയി. ഞാൻ ഭക്ഷണം കഴിച്ചു പോയി അന്ന് 3 മണിയായപ്പോൾ. എനിക്കറിയില്ലായിരുന്നു, എനിക്കറിയില്ലായിരുന്നു 2018-ലും 2019-ലും ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമാണ് ഇരുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനൊന്ന് ഭക്ഷണം കഴിച്ചു പോയി. നിങ്ങൾ എത്ര അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഞാൻ 3 മണിക്കാണ് ഞാൻ മലപ്പുറത്ത് എത്തുന്നത്, പൊന്നാനിയിലെത്തുന്നത്, സി ഹരിദാസ് സാറിൻ്റെ വീട്ടിൽ. ഞാൻ അപ്പുറത്തെ വീട്ടിൽ എനിക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ. ഞാൻ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? 3 മണിക്കാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. എന്ത് തെറ്റാണ്, എന്തൊരു അപവാദ പ്രചരണം, എന്തൊരു ഹീനമായ അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഭക്ഷണം കഴിച്ചെന്ന് അല്ലല്ല വെയിറ്റ്, പിന്നെന്താ? ഞങ്ങൾ ഞാൻ ഭക്ഷണം കഴിക്കുന്ന എങ്ങനെ മാച്ച്, എന്ത് മാച്ചിങ് ആണുള്ളത്? നീലയും കറുപ്പുവാ. നിങ്ങളെന്താ ഒരു ഭക്ഷണം കഴിക്കുന്നത് ഫോട്ടോ എടുത്ത് പുറത്തു കൊടുത്തതിന് നിങ്ങൾ എന്താ ഔചിത്യമാണ് നിങ്ങളുടെ ചോദ്യത്തിൽ? അല്ലത് ഭക്ഷണം കഴിച്ചോ, തെറ്റുപറ്റിപ്പോയി, ഇനി മുതൽ ഭക്ഷണം കഴിക്കാതിരിക്കും. എന്തൊരു മര്യാദകേടാണ്. എത്ര ഹീനമായിട്ടുള്ള പ്രചരണമാണ്. ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നത്, ഒരു സ്ഥലത്ത് വെള്ളം എടുക്കുന്നു. അല്ല, ഒരു ചോദ്യത്തിന് മറുപടി പറ. ഇതിനൊന്നും മറുപടി പറ. എന്ത് ഔചിത്യക്കുറവാണ് ഭക്ഷണം കഴിച്ചതിന്? ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? നിങ്ങൾക്ക് വേറെ എന്തോ ദുരുദ്ദേശമുണ്ട് നിങ്ങൾ ചോദിക്കുന്നതിൽ. ഞാൻ ഭക്ഷണം കഴിച്ചു പോയി, ക്ഷമിക്കണമെന്ന്. ഞാൻ സൽക്കാരത്തിലല്ല പോയത്, എനിക്ക് ഭക്ഷണം കഴിക്കാനാണ് പോയത്. അല്ല, ഇത് കഴിയട്ടെ, ഇതിന്റെ വിഷമം തീർക്കട്ടെ. ഇതായത് നിങ്ങളൊരു കാര്യം ആലോചിക്കണം. അല്ല, എല്ലാവരും ചോദിച്ചു. ഞാൻ ഗുരുതരമായൊരു തെറ്റ് ചെയ്തു. അന്ന് വെള്ളപ്പൊക്കം ഉണ്ടായ ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചു 3 മണിക്ക് ഭക്ഷണം കഴിച്ചു. അതാണ് ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പറയരുത്. ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ബഹളം ഉണ്ടാക്കിയത്. 3 മണിക്ക് ഞാൻ ഭക്ഷണം. കേരളത്തിലെ ജനങ്ങളെ വിലയിരുത്തട്ടെ. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, മലബാറിൽ ഒരു കാപ്പി കുടിക്കാൻ പോയാലുള്ള സ്ഥിതി. മലബാറിൽ ഏതെങ്കിലും വീട്ടിലൊരു കാപ്പി കുടി, അവർ ഈ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞിട്ടല്ല, ഞാനൊന്ന് വരുമെന്ന് പറഞ്ഞു, ഞാനൊന്ന് ഹരിദാസേട്ടൻ്റെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത വീട്ടിൽ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. ആ വീട്ടുകാർ മുഴുവൻ ഭക്ഷണം കഴിക്കാതെ 3 മണി വരെ എന്നെ കാത്തിരിക്കുക. ഞാൻ 3 മണിക്കാണ് എത്തിയത്. ഇതിൻ്റെ താമസവും കാര്യങ്ങളും ഓൺ ദ വേയിലും മുഴുവൻ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കംപ്ലീറ്റ് ഇരിക്കുകയാണ്. പിന്നീട് മലബാറിലായിരിക്കും പ്രശ്നമെന്ന് പറഞ്ഞു. മലബാറിലെ കളക്ടർമാരെ മുഴുവൻ എല്ലാ ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. നിങ്ങൾക്കൊന്നും പറയാനില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഈ ഒരാൾ മുഖ്യമന്ത്രിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അത് കഴിഞ്ഞല്ല, മറ്റത് കഴിഞ്ഞല്ല. നിങ്ങൾ ആദ്യം അല്ലല്ല നിക്ക് നിങ്ങളൊന്ന് അങ്ങ് ദേശാഭിമാനി എന്ന് വന്നിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കല്ലേ. ഇനിയില്ല, അങ്ങേക്ക് മറുപടിയില്ല, വേറെ ആരെങ്കിലും ചോദിക്കും. ആരെ? പ്രതിപക്ഷ നേതാവ് അത് പറയുമല്ലോ. പ്രതിപക്ഷ നേതാവ് എന്ത് അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ക്യാമ്പിലോ ഒരു റെസ്ക്യൂ ഓപ്പറേഷനിലോ എവിടെയെങ്കിലും എന്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? അവിടെ ഏരിയ സെക്രട്ടറിയെ കൊണ്ട് സ്വന്തം പേര് പൊക്കി പറയിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമമൊന്നും ഞങ്ങൾ നടത്തിയിട്ടില്ല. ഞങ്ങളൊക്കെ ഇതിനേക്കാൾ വലിയ ഫ്ലഡ് കണ്ടവരാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലഡ് കണ്ടവനാണ് ഞാൻ. 75,000 പേരെ ക്യാമ്പിൽ, എൻ്റെ നിയോജകമണ്ഡലത്തിലും അത്രയും പേരെ നിയോജകമണ്ഡലത്തിന് പുറത്തും ക്യാമ്പിൽ താമസിപ്പിച്ച ആളാണ്. ആദ്യത്തെ 3 ദിവസം 1 മണി അരി പോലും വരാതെ എറണാകുളത്തെയും കൊടുങ്ങല്ലൂരിലെയും മാർക്കറ്റിൽ നിന്ന് കടം മേടിച്ച് സാധനങ്ങൾ കൊടുത്ത ആളാണ് ഞാൻ. അദ്ദേഹം അന്ന് വന്നിട്ട് എന്താ പറഞ്ഞത്? ഇനി ഒരു കാര്യം, പ്രതിപക്ഷ നേതാവിൻ്റെ അന്നത്തെ പത്രസമ്മേളനത്തിൽ എന്തൊക്കെയായിരുന്നു? ഇതല്ലല്ലോ. PM ശ്രീ, പുനർജനി, വേറെ കാര്യമൊക്കെയല്ലേ അദ്ദേഹം പറഞ്ഞത്. ഏത് ഈ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഞാൻ ഭക്ഷണം കഴിച്ചെന്നാണ് എൻ്റെ തെറ്റ്. അദ്ദേഹം ഇവിടെ വന്നിരുന്ന് പത്രസമ്മേളനത്തിൽ വന്നിരുന്ന് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു അന്നത്തെ ദിവസം. അന്ന് നിങ്ങളാരും ഇത് ചോദിച്ചില്ല. ഈ വെള്ളപ്പൊക്കം നടക്കുമ്പോഴാണോ നിങ്ങൾ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് പിണറായി വിജയനോട് നിങ്ങളാരും ചോദിച്ചില്ല. രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു അന്ന്. PMCയെ പറ്റിയും പുനർജനി പദ്ധതിയെ പറ്റിയുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ. ഈ റെസ്ക്യൂ ഓപ്പറേഷൻ ഞാൻ ഭക്ഷണം കഴിച്ചു.
എൻ്റെ തെറ്റ്. അദ്ദേഹം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. കളക്ടർമാരെ വിളിച്ചു, MLA-മാരെ, മന്ത്രിമാരെ വിളിച്ചു, പോകണമെന്ന് ചോദിച്ചു. അത് പോകേണ്ട, സോഫോബേഴ്സ് അങ്ങ് പോകേണ്ട കാര്യമില്ല. അന്ന് പക്ഷെ തിരുവനന്തപുരത്തെത്തി ഈ അങ്ങ് ദുരിതമാണ് ചെയർമാൻ കൂടിയാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അല്ല, ഞാൻ ഇരുന്ന് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അത് എവിടെ ഇരുന്ന് കോർഡിനേറ്റ് ചെയ്യണമെന്ന് നമ്മുടെ ഇതിലെത്തിയത്. മാധ്യമങ്ങളോട് എൻ്റെ ഓഫീസിൽ നിന്ന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഓരോ 2-3 മണിക്കൂറും തരുമ്പം 3 മണിക്കൂർ കൂടുമ്പോൾ ഓഫീസിൽ നിന്ന് തരുന്നത്. വെയിറ്റ് അതുകൂടാതെ റവന്യൂ മന്ത്രിയെ ചുമതലപ്പെടുത്തി റവന്യൂ മന്ത്രി അന്നത്തെ ദിവസം 2 പ്രാവശ്യം ബ്രീഫ് ചെയ്തു. എല്ലാ വിവരങ്ങളും നമ്മളെടുത്ത ഈ നടപടികൾ, കളക്ടറെ ബന്ധപ്പെടുന്നത്, നമ്മൾ NDRFൻ്റെ ഫോഴ്സിനെ കൊണ്ടുവരുന്നത്, നമ്മൾ നേവിയുടെ ഹെലികോപ്റ്റർ ട്രൈ ചെയ്യുന്നത്, കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ട് മുതലപ്പുഴയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, ഇതെല്ലാം നിങ്ങളോട് ബ്രീഫ് ചെയ്തിരുന്നു. നിങ്ങൾ എന്നിട്ട് വെറുതെ വാർത്ത ഉണ്ടാകും. എങ്ങനെ ഇരുന്ന മനുഷ്യനാണെന്ന് നോക്കിയേ നിങ്ങൾ. 2016 അധികാരമേറ്റ് 2018 കേരളം പ്രളയത്തിൽ മുങ്ങിയ ആ നിമിഷം മുതൽ പിന്നീട് ആ മനുഷ്യൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. പിന്നീട് ആ മനുഷ്യൻ വെള്ളം കുടിച്ചിട്ടില്ല, ഇറങ്ങില്ലായിരുന്നു തൊണ്ടയിലൂടെ. കാരണം കേരളത്തെക്കുറിച്ച് ആലോചിച്ച് പട്ടിണി കിടന്ന് നിരാഹാരമിരുന്ന് ഭക്ഷണം കഴിക്കാതിരുന്ന് ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങാത്ത അവസ്ഥ, അങ്ങനെ ഇങ്ങനെയായി എല്ലും കോലുമായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എങ്ങനെ ഇരുന്ന മനുഷ്യനാ ബ്രണ്ണൻ കോളേജില് ABVP-ക്കാരുടെ ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ നെഞ്ചും വിരിച്ചു നടന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ. ഇപ്പോഴത്തെ കോലം നോക്കൂ നിങ്ങൾ. 2018 മുതൽ ആ മനുഷ്യൻ പട്ടിണിയിലായിരുന്നു. കാരണം കേരളത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് ആ മനുഷ്യന് യാതൊരുവിധ ഒരു സമാധാനം അങ്ങനെ ഉണ്ടല്ലോ. മനുഷ്യന് ആദി പിടിച്ചിരിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചാൽ അങ്ങോട്ട് ഇറങ്ങൂടോ, വെള്ളം കുടിച്ചാൽ അങ്ങോട്ട് ഇറങ്ങുമോ? എന്തൊരു കോലാണ്. ആ കോലം കണ്ടിട്ട് ചങ്ക് പടക്കുകയാണ് മനുഷ്യൻ്റെ. വല്ലാത്തൊരു എൻ്റെ പൊന്നാ, പെറ്റ തള്ള സഹിക്കൂല. എന്നിട്ടും പോരാഞ്ഞിട്ട് ആ മനുഷ്യൻ എന്ത് ചെയ്തു? ഇതൊന്നും കേരളത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് ആകെ വിഷമത്തിലായ മനുഷ്യൻ നേരെ വണ്ടിയെടുത്ത് വിട്ടു നെതർലാൻഡ്സിലേക്ക്. അവിടെ പോയിട്ട് റൂം ഫോർ റിവർ, നമ്മുടെ നാട്ടിലെ കബനി, പെരിയാറ്, ചാലിയാറ്, ചാലക്കുടിപ്പുഴ എന്ന് വേണ്ട കേരളത്തിലുള്ള പമ്പ, അങ്ങനെ തുടങ്ങിയുള്ള കേരളത്തിലുള്ള നദികൾക്കെല്ലാവർക്കും ഓരോ റൂം ഫോർ റിവർ. അങ്ങനെ കേരളത്തിൽ ഇനി ഒരിക്കലും എന്തുണ്ടാവില്ല, പ്രളയം ഉണ്ടാകില്ല. എല്ലാത്തിനെയും പിടിച്ച്, സാധാരണ നമ്മൾ പ്രാന്തളകുമ്പോൾ പിടിച്ച് ചങ്ങലക്കിടുമല്ലോ, അതുപോലെ പ്രളയം വരണമെന്ന് തോന്നുമ്പോൾ ഈ നദികളെയെല്ലാം പിടിച്ച് റൂമിനകത്താക്കും. റൂം ഫോർ റിവർ. അത് നെതർലാൻഡ്സിൽ പോയി പഠിച്ച് വന്ന് നടപ്പിലാക്കി കേരളത്തെ പ്രളയമുക്ത സംസ്ഥാനമാക്കി മാറ്റിയ ആ മഹാൻ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ മനുഷ്യൻ ഉറങ്ങിയിട്ടില്ല, സ്വന്തം ശരീരം പോലും നോക്കിയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്ക് ആ മനുഷ്യൻ്റെ കോല എങ്ങനെയായിരിക്കുന്നതെന്ന്. ആ മനുഷ്യൻ്റെ ജന്മം നൽകിയ മാതാവെങ്ങാനും ജീവിച്ചിരുന്നെങ്കിൽ ആ മാതാവിൻ്റെ, ആ അമ്മയുടെ നെഞ്ച് പൊട്ടിയേനെ. നമ്മൾ വെറുതെ പറയല്ല ചെയ്യുള്ളൂ നെഞ്ച് പൊട്ടുന്ന വേദന എന്നൊക്കെ. പക്ഷെ ഈ മനുഷ്യൻ്റെ ഇപ്പോഴത്തെ കോലം കണ്ടാൽ ആ അമ്മയുടെ നെഞ്ച് പൊട്ടിയേനെ. അത്രമാത്രം കഷ്ടപ്പാടുകൾ ആ മനുഷ്യൻ. പട്ടിണി കിടക്കുകയായിരുന്നു. കേരളത്തെ ആലോചിച്ച് പട്ടിണി കിടക്കുക. എന്താ ചെയ്യുക? കാരണം കേരളം എന്ന് കേട്ട് ആ മനുഷ്യന് വല്ലാത്തൊരു വേദനയാ. ഈ വെള്ളം, പ്രളയം, ദുരിതം ഒക്കെ വന്നതിൻ്റെ ആ വിഷമത്തിൽ ആ മനുഷ്യൻ പിന്നീട് അങ്ങോട്ട് ഭക്ഷണമേ കഴിച്ചിട്ടില്ല. എന്നാൽ സതീശൻ പോയിട്ട് ബിരിയാണി തിന്നുക. എന്തടോ സഖാക്കളെ നിങ്ങൾ നന്നാവാത്തത്? കുഴപ്പമില്ല, നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യണം. നിങ്ങൾ സഖാക്കൾ ഇത് തുടരണം. ഇപ്പം ചില ആളുകളൊക്കെ ഇയാളായിരുന്നു ശശി എന്ന പോസ്റ്ററിന് പോലും കണ്ട പാതി കാണാത്ത പാതി ലൈക്ക് അടിക്കട്ടെ. പിന്നെ ചില ആൾക്കാരിപ്പോ ചില പ്രായമായ അമ്മമാരെ കൊണ്ടും അച്ഛന്മാരെ കൊണ്ടൊക്കെ ചിലതൊക്കെ പറയിപ്പിക്കുക. ചില ആൾക്കാർ പിന്നെ വീഡിയോ ഒക്കെ ഇറക്കിയിട്ട് റീൽ ഇറക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഇയാളായിരുന്നു ശരി. എന്ത് ശരി? അയാൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഇപ്പോൾ വരും ദിവസങ്ങളിൽ മനസ്സിലാവും. ഈടി പിടിച്ച് അകത്തിടുമ്പോൾ മനസ്സിലാകും ശരിയാണോ തെറ്റാണോ എന്ന്. കൊള്ളയടിക്കുകയായിരുന്നു കേരളത്തെ, ഉളുപ്പില്ലാതെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ കൊള്ളയടിച്ച് നക്കുകയായിരുന്നു.
എന്നിട്ട് ചെലക്കാണ് സതീശൻ ഭക്ഷണം കഴിച്ചതിൻ്റെ ഫോട്ടോ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടാ ഈ ചെങ്ങായി എങ്ങാനും 2018 പ്രളയം ഉണ്ടാവുമ്പോൾ ഭക്ഷണം കഴിച്ച വീട്ടിലിരുന്ന് തിന്നതിന് പൊതുഖജനാവിലെ പണമെടുത്ത് നക്കിയതിൻ്റെ ചിത്രം എങ്ങാനും പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പെറ്റ തള്ള സഹിക്കൂല. മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ലേ, സാധാരണഗതിയിൽ ബുധനാഴ്ചയാണ് ഈ വാർത്താ സമ്മേളനം നടക്കല്. ഇന്നിപ്പോൾ തിങ്കളാഴ്ച നടന്നു. അതിപ്പോൾ നടക്കാൻ കാരണം ഈ പറയുന്ന മഴയുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേക ഉന്നത സംഘത്തിൻ്റെ ഈ പറയുന്ന യോഗം കഴിഞ്ഞ് ഇതിന് ശേഷം അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി. സാധാരണഗതിയിൽ സഖാക്കളുടെ ക്യാപ്സ്യൂളുകൾക്ക്, വ്യാജങ്ങൾക്ക്, നുണകൾക്ക്, പച്ച നുണകൾക്ക് ബുധനാഴ്ച വരെ ആയുസ് ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതില്ല. ഇന്ന് ആയുസ് തിങ്കളാഴ്ചയിൽ ഒടുക്കി സതീശന് അതങ്ങോട്ട് അടിച്ചു കൂട്ടി മൂലക്ക് വായിൽ അണ്ണാക്കിൽ തിരികെ കൊടുത്തു എന്നുള്ളതാണ്. അല്ലെങ്കിലും ഞാൻ ചോദിക്കുന്ന ഒരു ഇപ്പം മാധ്യമ പ്രവർത്തനാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനാണെങ്കിലും പൊതുപ്രവർത്തനാണെങ്കിലും ഒക്കെ ഒരു മര്യാദ വേണ്ട, മാന്യത എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ. ഇപ്പം സതീശൻ ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ സതീശൻ തൂറിയോ, സതീശൻ ഉറങ്ങിയോ, അങ്ങനെയാണോ നമ്മൾ നോക്കുന്നത്? വിമർശനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഹെൽത്തി ഒരു പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? സതീശൻ തൂറിയോ, സതീശൻ മൂത്രയിച്ചോ, സതീശൻ ഭക്ഷണം കഴിച്ചോ, സ്വാഭാവികമായിട്ടോ നിങ്ങൾക്കൊന്നും അറിയില്ല. സഖാക്കള് ഈ കട്ടൻ ചായയും പരിപ്പോടെ കണ്ടിട്ടുള്ളൂ. സഖാക്കൾ അറിയില്ല. സഖാക്കൾക്ക് ഈ പൊതുഖജനാവിൽ നിന്ന് കൈയിട്ട് വാരി നക്കാൻ നല്ല ഉഷാറാ. എന്നാലേ മനസ്സറിച്ച് ഒരാൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ? പ്രളയമാണെങ്കിൽ പ്രളയത്തിന് വേണ്ടതൊക്കെ സതീശൻ ചെയ്യുന്നുണ്ട് എന്ന് കരുതി ആ മനുഷ്യൻ പട്ടിണി കിടക്കണം എന്നാണോ? എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾക്കറിയില്ല. അപ്പോൾ പള്ളിയിലെ ഉസ്താദ് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വന്നാലേ പോലും എത്ര ഐറ്റം ഭക്ഷണം ഉണ്ടാകുമെന്നറിയോ വീട്ടിൽ? അറിയോ? അവിടെയാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? സ്വാഭാവികമായിട്ടും ആ വീട്ടിൽ എൻ്റെ അഭിപ്രായത്തിൽ അന്നത്തെ ഭക്ഷണം അവിടെ കുറഞ്ഞു പോയിന്നാ. അത് അത്ര വലിയ ആർഭാടുള്ള ഭക്ഷണമൊന്നും ഇവർ കണ്ടിട്ടില്ല. ആർഭാടം എന്താണെന്നുള്ളത് ഇങ്ങനെയൊന്നല്ല ആർഭാടുള്ള ഭക്ഷണം. മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ ഒരു നോർമൽ ഭക്ഷണമാണ്. അത് സ്വാഭാവികമായിട്ടും ഒരു അതിഥിയായി, ഇനിയിപ്പോൾ അതിഥി എന്ന് പറയാൻ അവിടെ മറ്റേ ഈ പറയുന്ന കല്യാണമോ അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടിയൊന്നും വേണ്ടടോ. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ആ വീട്ടിൽ സാധാരണ ഭക്ഷണം കഴിക്കുന്ന ആളുകളല്ലാതെ പുറത്ത് നിന്ന് ഒരാൾ ഭക്ഷണം കഴിക്കാൻ നേരത്തെ പറഞ്ഞ് ഉറപ്പിച്ചതിൻ്റെ പേരിൽ ഒരു സമയത്ത് അവിടെ ഒരു പരിപാടി, പൊന്നാനിയിലുള്ള മനുഷ്യന് പിന്നെ എവിടെ പോയി ഭക്ഷണം കഴിക്കണോ? ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കണോ? ആ മനുഷ്യന് കേരളത്തിലെ ജനം ഫ്രീ ആയിട്ട് ഭക്ഷണം നൽകുകയാണ്. ആ മനുഷ്യന് എനിക്കത് വേണ്ട, ഞാൻ ഹോട്ടലിൽ പോയി കഴിച്ചോളാം എന്നാണ് പറയേണ്ടത്. അല്ല, ഞാൻ കഴിക്കേയില്ല, ഞാൻ പട്ടിണി കിടക്കാം. എന്തടോ സഖാക്കളെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾക്ക് സതീശനെ വിമർശിക്കാം എന്നുള്ളത് ശരിയാ. പക്ഷേ സതീശൻ അങ്ങനെ വിമർശനാതീതമൊന്നുമല്ല. പക്ഷേ അതിനൊരു മര്യാദ ഉണ്ട്. വിമർശനങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരാൾ ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പിന്നാലെ പോവുക എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഒരു രാഷ്ട്രീയക്കാർ ചെയ്യേണ്ടതല്ല. എന്താണെങ്കിലും മനസ്സിലായില്ലേ? അതുള്ളത് ഒന്നും മനസ്സിലാക്കുന്നതല്ല. കാരണം അതല്ല ഒരു വിമർശനം എന്നൊക്കെ പറയുന്നത്. ഒരാളൊരു കസേരയിൽ ഇരിക്കുമ്പോൾ ആ കസേരയിൽ ഇരുന്നു കൊണ്ട് അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ കേരളത്തിലെ ഏത് മനുഷ്യൻ്റെ വീട്ടിലും ഇപ്പോൾ എന്നോട് പറയാണ് ഇന്ന് രാത്രി ഭക്ഷണം കഴിക്കാൻ, ഇപ്പോൾ ഈ ഭക്ഷണം കഴിക്കാൻ പിണറായി വിജയനാണ് വരിക എന്ന് പറഞ്ഞാലും ഇതന്നെ കഴിക്കുക, ഇതന്നെ കൊടുക്കുക. പിണറായി വിജയൻ ആരും ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നില്ലെന്ന് കരുതി നിങ്ങൾ ഇത്ര അസ്വസ്ഥരാകേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? എല്ലാവർക്കും നെയ്മീൻ വാങ്ങി ഉണ്ടാക്കാൻ പറ്റൂല. ഇപ്പോൾ എല്ലാവരും ചിക്കൻ കറി ഉണ്ടാക്കും. കാരണം എന്താ? ചിക്കൻ 1 കിലോ ഇറച്ചിക്ക് 180 രൂപ, 190 രൂപ, 200 രൂപയുടെ താഴെയാണ്. 200 രൂപയിൽ താഴെ കൊടുത്താൽ 1 കിലോ ചിക്കൻ കിട്ടും. അവിടെ 1500 കൊടുത്തിട്ട് നെയ്മീൻ വാങ്ങാൻ നിൽക്കുമോ? ആവൂല. അതിപ്പോൾ എല്ലാവർക്കും ഒന്നും പറ്റൂല. ചിക്കൻ ആകുമ്പോൾ ഫുഡുമായി, എല്ലാവർക്കും പ്രിയപ്പെട്ട ഭക്ഷണമായി, നന്നായിട്ട് ഭക്ഷണം കഴിക്കാനും പറ്റും. എന്ത് പിന്നെ ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിലോ? സഖാക്കളെ, നിങ്ങൾ എന്തുകൊണ്ട് 35 ഒതുങ്ങുന്നത് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? കേരളം ആഗ്രഹിക്കുന്നത്, കേരളത്തിലെ ഒരു മനുഷ്യനും ഈ പറയുന്ന പ്രളയമുണ്ടായപ്പോൾ സതീശൻ ഭക്ഷണം കഴിക്കുന്നതിൽ ആർക്കും വിരോധമൊന്നുമില്ല. സതീശൻ നല്ല ഭക്ഷണം കഴിക്കണം, അതാണ്.
സതീശൻ നല്ല ഭക്ഷണം കഴിക്കണം, അയാൾ നല്ല ഹെൽത്തിയായി ആരോഗ്യവാനായി അയാൾ നല്ല അടിപൊളിയായിട്ടിരിക്കണം, അയാൾ നല്ല ഭക്ഷണം കഴിക്കണം. കാരണം അയാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അയാൾക്ക് നല്ല അടിപൊളി ഭക്ഷണം കൊടുക്കണം. നമ്മുടെ വീടുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ഫുഡ്, ലാർവിഷായിട്ട് അടിപൊളി ഫുഡ് കൊടുക്കണം. അല്ലാണ്ട് നമ്മൾ ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ കഞ്ഞി മറ്റേ ചമ്മന്തിയാണ് കഴിക്കുന്നത് എന്ന് കരുതിയിട്ട് സതീശൻ വരുമ്പോൾ കഞ്ഞിയും ചമ്മന്തിയും അല്ല വെച്ച് കൊടുക്കണ്ടേ. അതൊരു ആതിഥ്യ മര്യാദ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, മനസ്സിലായില്ലേ? അതിനെവിടെയാ ഈ പറയുന്ന ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വേറെ ലെവലിലേക്ക് പോകും. അപ്പോൾ ആ രീതിയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഇപ്പോൾ സമാധാനമായല്ലോ അല്ലേ? പിണറായി വിജയൻ പട്ടിണി കിടക്കുകയായിരുന്നു. എൻ്റെ സഖാക്കളെ, എന്താണോ നിങ്ങളുടെയൊക്കെ അവസ്ഥ? ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്ക് പറയാനൊന്നുമില്ല. അതാണ് പ്രശ്നം. നിങ്ങൾക്ക് പറയാനൊന്നുമില്ല. ആ പറയാനൊന്നുമില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്, ഒരു അസ്വസ്ഥതയാണ് നിങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്.